അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഇട്ട നോമ്പ് തുറേൻ്റെ ഒരു ഷോർട്സിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അതിൽ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പുട്ടും മീൻകറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കണ ആ ഒരു പാർട്ട് വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നു കേട്ടോ. ബാക്കി കട്ട്ലറ്റിൻ്റെ പരിപാടിയൊക്കെ അതിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ചാള ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ മുളകിയാറ് ആയിട്ടാണ് കറി വെക്കാറ്. അപ്പോൾ ഇത് പുട്ടിനായതുകൊണ്ട് കുറച്ച് ചാറൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചാണ് കേട്ടോ തേങ്ങ അരച്ച് കറി വെക്കണത്. അപ്പോൾ കുറേ നാളോടി തേങ്ങ അരച്ച് കറി വെച്ചിട്ടാന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തേങ്ങ അരച്ച് വെക്കണ കറീനോട് വലിയ താല്പര്യമൊന്നുമില്ല. വെറുതെ മുളകിയാറായിട്ട് വെക്കാനായിട്ട് ഇഷ്ടം. പക്ഷേ ഇത് നല്ലതായിരുന്നു. അങ്ങനെ എല്ലാ അരിയാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞിറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും മീനൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് പുളി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അടുപ്പിൽ പുട്ടുണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിന് പൊടി വാട്ടി വെച്ച് അതൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, മിക്ക വീഡിയോയിലും കാണിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു പുട്ടുണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ അടുത്ത പുട്ടും വെച്ച് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് കൊടുക്കാനുള്ളത് വീടിൻ്റെ തൊട്ട് മുകളിലുള്ള വീട്ടിലേക്കായിരുന്നു. അപ്പോൾ സൗദിയിലുള്ള ആൾ ഓർഡർ ചെയ്തതാണ്. ആളുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കേക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി, കൊണ്ടുപോയി കൊടുക്കണ റോളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുടെ കുറേ ഫ്രണ്ട്സ് വന്ന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് റെഡ് വെൽവെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബട്ടർ പേപ്പറൊക്കെ വെച്ച് കുറേ എന്തൊക്കെയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് ഒന്ന് മാറ്റി ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്ത് കേക്കിൻ്റെ ക്രംസും കാര്യങ്ങളൊക്കെ റെഡ് വെൽവെറ്റിൻ്റെ നോർമൽ രീതിക്ക് തന്നെ ചെയ്തു. പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് തന്നെ റെഡ് വെൽവെറ്റിൻ്റെ ഒരു ബേസിക് ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്തത്. അങ്ങനെ അതെല്ലാം ക്രംസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഈ ഒരു പാർട്ടാണ് ഇതിൻ്റെ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതങ്ങനെ നൈസായിട്ട് തന്നെ ചെയ്തു. പിന്നെ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു ബോർഡർ ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഫിനിഷിങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, എന്നാലും കുറച്ചും കൂടെ ഫിനിഷിങ്ങിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതും ചെയ്ത് കൊടുത്തു. ആൾ പറഞ്ഞ പോലെ റൈറ്റിങ്സും കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും വെച്ച് കൊടുത്തു. ഒരു പ്ലെയിൻ പോലെ തോന്നിയിട്ട് കുറച്ച് ഷുഗർ ബോൾസും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ